മമ്മൂട്ടിയുടെ നിത്യയൗവനവും സൗന്ദര്യ രഹസ്യവും എന്നും ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. 74-ാം വയസ്സിലും താരം പുലർത്തുന്ന ഫിറ്റ്നസും സ്റ്റൈലും എല്ലാവരെയും അത്ഭുതപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ കോസ്മെറ്റിക് ചികിത്സ ഉണ്ടോ എന്ന കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനമെങ്കിലും അദ്ദേഹം കോസ്മെറ്റിക് ചികിത്സകൾ തേടാറുണ്ടോ എന്ന സംശയം പലർക്കുമുണ്ട്. ഈ വിഷയത്തിൽ പ്രമുഖ ഡോക്ടർമാർ പങ്കുവച്ച വ്യത്യസ്തമായ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. മമ്മൂട്ടി തന്റെ സ്വാഭാവിക ഭാവങ്ങൾ നിലനിർത്താൻ ബോട്ടോക്സിക്സ് ഒഴിവാക്കുന്നു എന്നാണ് ഡോക്ടർ ദിവ്യ ദേദീപിന്റെ നിരീക്ഷണം. മമ്മൂട്ടിയുടെ നെറ്റിൽ ഇപ്പോഴും ചുളിവുകൾ കാണാൻ സാധിക്കും. സൂക്ഷിച്ചു നോക്കിയാൽ ഈ വരകൾ മാഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാകും. അഭിനേതാക്കൾക്ക് വൈകാരിക ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ മുഖപേശികളുടെ ചലനം അത്യാവശ്യമാണ്. ബോട്ടോക്സ് ചെയ്താൽ മുഖം മരവിപ്പിക്കുകയും ഭാവങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും. ഉദാഹരണത്തിന് ഷാറുഖ് ഖാനെ പോലുള്ള മുൻനിര താരങ്ങൾ നെറ്റിയിലെ സ്വാഭാവിക വരകൾ നിലനിർത്താറുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ ഫേഷ്യൽ സർജൻ ഡോക്ടർ വരുൺ നമ്പ്യാർ പങ്കുവച്ച അഭിപ്രായം ഇതിന് വിരുദ്ധമായിരുന്നു. മമ്മൂട്ടി മോഹൻലാലിന്റെ മുഖത്തെ ഭാഗങ്ങൾ മുമ്പത്തെ അപേക്ഷിച്ച് കുറഞ്ഞു ബോട്ടോക്സിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ബോട്ടോക്സ് ഇഞ്ചക്ട് ചെയ്യുന്നതിലെ പാകപ്പിഴകൾ മൂലം നെറ്റിയിലെ വശങ്ങളിലെ പേശികൾ മരവിക്കും. ഇത് ഭാവങ്ങൾ പ്രകടമാക്കുന്നത് തടസ്സമാകുകയും ചെയ്യും. സർജറി ചെയ്യുന്നത് ഓരോരുത്തരുടെയും സ്വകാര്യ തീരുമാനമാണെന്നും പല താരങ്ങളും ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മമ്മൂട്ടി സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തിരുന്നു. ഇതിന്റെ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും താരം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്.